നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടക, തമിഴ്നാട്, കേരളം, ഗുജറാത്ത്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദി ഏത്? പമ്പ, നർമ്മദ, പെരിയാർ, ബ്രഹ്മപുത്ര. ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന കേരളീയ കല ഏതാണ്? കൂടിയാട്ടം, കഥകളി, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. കഥകളി എന്ന കലയെയാണ്. അസ്ഥികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓൺകോളജി, ഫ്രിനോളജി, ഓസ്റ്റിയോളജി, പോമോളജി. അസ്ഥികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് ഓസ്റ്റിയോളജി എന്ന പേരിലാണ്. കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി ഏത്? പമ്പ, കബനി, പെരിയാർ, കാവേരി. ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് പെരിയാർ നദി. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? പെരിയാർ, പമ്പ, ബ്രഹ്മപുത്ര ഇവയൊന്നുമല്ല. കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ നദി. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? തമിഴ്നാട്, അസം, കേരളം, രാജസ്ഥാൻ. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമാണ് കേരളം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത്? 1950, 1951, 1948, 1947. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ഇന്ത്യയിൽ സാമൂഹിക വികസന പദ്ധതി നിലവിൽ വന്നതെന്ന്? 1956, 1950, 1952, 1945. 1952 മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം ഏത്? കടുവ, പരുന്ത്, സിംഹം, ചിത്രശലഭം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സിംഹമാണ്. കേരളത്തിലെ ആദ്യ അമൃത് നഗരം ഏത്? കണ്ണൂര്, കോട്ടയം, തൃശ്ശൂര്, പാലക്കാട്. കേരളത്തിലെ ആദ്യ അമൃത് നഗരമാണ് പാലക്കാട്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര്? സ്വാമി വിവേകാനന്ദൻ, സ്വാതി തിരുനാൾ, വൈകുണ്ഠ സ്വാമികൾ, അയ്യങ്കാളി. വൈകുണ്ഠ സ്വാമികൾ ആയിരുന്നു. 1918 ശ്രീനാരായണ ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ഏത്? ഇറ്റലി, ശ്രീലങ്ക, വെനീസ്, റഷ്യ. ശ്രീനാരായണ ഗുരു സന്ദർശിച്ചത് ശ്രീലങ്കയിലായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവി ആര്? ഉറൂബ്, ജി ശങ്കരക്കുറിപ്പ്, തകഴി ശിവശങ്കരപിള്ള, കുഞ്ചൻ നമ്പ്യാർ. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവിയായിരുന്നു ജി ശങ്കരക്കുറിപ്പ്. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി കാൾ മാർക്സിന്റെ ജീവചരിത്രം രചിച്ച മലയാളി ആര്? സി കൃഷ്ണൻ വാര്യർ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, MK മേനോൻ, M മുകുന്ദൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, K പത്മകുറുപ്പ്, C ശങ്കർ. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനായിരുന്നു. ജയ ജയ കോമള കേരള ധരണി എന്ന ഗാനം രചിച്ചതാര്? ബുദ്ധൻ, അക്കിത്തം, ബോധേശ്വരൻ, അമൃത് വേണു. ജയ ജയ കോമള കേരള ധരണി എന്ന ഗാനം രചിച്ചത് ബോധേശ്വരൻ ആയിരുന്നു. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? 1945, 1944, 1941, 1946. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946
കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം എന്നറിയപ്പെടുന്നത് പ്രഭാതം, വെളിച്ചം, നിലാവ്, അറിവ്. കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം എന്നറിയപ്പെടുന്നത് പ്രഭാതമായിരുന്നു. മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ചെവി, വയർ, വായ, കണ്ണ്. ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് മയോപ്പിയ? കണ്ണിനെ ബാധിക്കുന്ന രോഗം. ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി ഏത്? പെൻഗ്വിൻ, ഒട്ടകപ്പക്ഷി, മൂങ്ങ, പരുന്ത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. മായൻ സംസ്കാരം നിലനിന്നിരുന്ന സ്ഥലം ഏത്? ഇറാൻ, ഇറാഖ്, മെക്സിക്കോ, ഈജിപ്ത്. മായൻ സംസ്കാരം നിലനിന്നിരുന്ന സ്ഥലമാണ് മെക്സിക്കോ. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര? 10%, 45%, 55%, 90%. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര? 55%. JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതയാര്? ശാരദ, ആറന്മുള പൊന്നമ്മ, സുകുമാരി, KPSC സുലോചന. KPSC സുലോചനയ്ക്കായിരുന്നു. ലക്ഷക്കണക്കിന് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കൺഭിത്തിയുടെ പാളി ഏത്? കോർണിയ, രക്തപടലം, ദൃഷ്ടിപടലം, ദൃഢപടലം. കോർണിയയാണ് ശരിയായ ഉത്തരം. ആഗോള താപനത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായ ഒരു കാൽവയ്പ് ഏതായിരുന്നു? ഭൗമ ഉച്ചകോടി, ഗ്രീൻ പാർട്ടി, ക്വാട്ട കോൺഫറൻസ്. ഇവയൊന്നുമല്ല. ക്വാട്ട കോൺഫറൻസ് ആയിരുന്നു. പ്രൊഫസർ M. കൃഷ്ണൻ നായർ ആദ്യമായി സാഹിത്യ വാര്യഫലം എന്ന പംക്തി ആരംഭിച്ചത് ഏത് വാരികയിലാണ്? കുങ്കുമം, മാതൃഭൂമി, മലയാളനാട്, മലയാള മനോരമ. മലയാളനാട് എന്ന വാരികയിലായിരുന്നു. ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ച വൈസ്രോയി ആര്? കാനിൽ പ്രഭു, റിപ്പൺ പ്രഭു, മൗണ്ട് ബാറ്റൻ പ്രഭു, ഡൽഹൌസി പ്രഭു. ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ച വൈസ്രോയി ആയിരുന്നു കാനിങ് പ്രഭു. ഇന്ത്യയിലെ രണ്ടാമത്തെ ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ചതെവിടെ? മുംബൈ, ഡൽഹി, കൊൽക്കത്ത, കാൺപൂർ. ഇന്ത്യയിലെ രണ്ടാമത്തെ ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ചത് മുംബൈയിലായിരുന്നു. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെ പേരാണ് കലിംഗ? ബീഹാർ, ഒറീസ, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെ പേരാണ് കലിംഗ? ഒറീസയുടെ പേരാണ്. റബ്ബറിന്റെ ജന്മദേശം എവിടെ? ബ്രസീൽ, എത്യോപ്യ, റഷ്യ, ലിബിയ. റബ്ബർ മരങ്ങളുടെ ജന്മദേശം എന്ന് അറിയപ്പെടുന്നത് ബ്രസീലിലാണ്. സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖ ഏത്? രേഖാംശ രേഖ, അക്ഷാംശ രേഖ, ഗ്രീനിച്ച് രേഖ. ഇവയൊന്നുമല്ല. രേഖാംശ രേഖയാണ്. സോജില ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജമ്മു കാശ്മീർ, സിക്കിം, ടിബറ്റ്, ലഡാക്ക്. സോജില ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. യൂറോപ്യൻ രേഖകളിൽ കേരളത്തിലെ പാരീസ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? തലശ്ശേരി, മാഹി, പാപ്പിനിശ്ശേരി, പഴയങ്ങാടി. യൂറോപ്യൻ രേഖകളിൽ കേരളത്തിലെ പാരീസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തലശ്ശേരി. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഭാഷ ഏത്? മലയാളം, തമിഴ്, കന്നഡ, സംസ്കൃതം. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഭാഷയാണ് നമ്മുടെ മലയാളം. മലയാള സർവകലാശാലയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാര്? ആർട്ടിസ്റ്റ് നമ്പൂതിരി, ശ്രീ K. ജയകുമാർ, പൂന്താനം നമ്പൂതിരി,
MP വീരേന്ദ്രകുമാർ. രൂപകൽപ്പന ചെയ്തത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയായിരുന്നു. പൗരാണിക രേഖകളിൽ മയക്ഷേത്രം എന്ന് പരാമർശിക്കപ്പെടുന്ന പ്രദേശം ഏത്? വയനാട്, പാലക്കാട്, മേപ്പാടി, ഇടുക്കി. വയനാടാണ് ശരിയായ ഉത്തരം. ഗന്ധിക എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? നശിപ്പിക്കുക, നട്ടുപിടിപ്പിക്കുക, ആടിത്തിമിർക്കുക, ഉത്സവം കൊണ്ടാടുക. ഗന്ധിക എന്ന വാക്കിന്റെ അർത്ഥം നശിപ്പിക്കുക എന്നാണ്. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏത്? മയ്യഴിപ്പുഴ, ചാലിപ്പുഴ, ചന്ദ്രഗിരി പുഴ, കുറ്റ്യാടി പുഴ. കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് മയ്യഴിപ്പുഴ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയൻ ആര്? BN റാവു, SN മുഖർജി, AV താക്കർ, GV മാവങ്കലങ്കർ. BN റാവു ആണ്. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏവ? ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യങ്ങളും ജന്തുക്കളും. ഇവയെല്ലാം. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഇവയെല്ലാം. ഇന്ത്യൻ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് ആര്? ആര്യഭടൻ, ഭാസ്കരാചാര്യ, GD നായിഡു, വില്യം റോക്സ്. ഇന്ത്യൻ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് ആര്യഭടൻ ആയിരുന്നു. ഭാരതരത്നം ലഭിച്ച ആദ്യ വിദേശി ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ, അക്ബർ മൗലവി, മുഹമ്മദ് ജിയാസ്, ദുൽഖർ ഹബീബ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആയിരുന്നു. ഗിണ്ടി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത. ഗിണ്ടി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്തയിലാണ്. അലക്സാണ്ട്രിയ ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്? കന്യാകുമാരി, ഊട്ടി, നീലഗിരി, കോയമ്പത്തൂർ. അലക്സാണ്ട്രിയ ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് കന്യാകുമാരി ആണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത്? സിന്ധു നദി, യമുന നദി, ഗോദാവരി, സരസ്വതി. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത്? യമുനയാണ് ശരിയായ ഉത്തരം. മൂത്രത്തിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? 80%, 86%, 90%, 96%. മൂത്രത്തിന്റെ ജലത്തിന്റെ അളവ് 96%. കാൽസ്യം ഓക്സലേറ്റ് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? വൃക്ക, സിര, ശ്വാസകോശം, മസ്തിഷ്കം. വൃക്കയുടെ. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ശുക്രൻ, ബുധൻ, ചൊവ്വ, വ്യാഴം. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ചൊവ്വയാണ് ശരിയായ ഉത്തരം. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിത? അക്കാമ ചെറിയാൻ, അന്ന ചാണ്ടി, ലളിതാംബിക അന്തർജനം, ആനി മസ്ക്രീൻ. ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വനിതയാണ് അക്കാമ ചെറിയാൻ. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? സ്കർവി, ബെറിബെറി, നിശാന്തത, ഗോയിറ്റർ. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഭൂമിയിലെ ജീവനടിസ്ഥാനമായ മൂലകം ഏത്? കാർബൺ, റെഡോൺ, സൾഫർ, ഹീലിയം. ഭൂമിയിലെ ജീവന് അടിസ്ഥാനമായ മൂലകമാണ് കാർബൺ. താഴെ പറയുന്നവയിൽ അലസവാതകങ്ങൾ ഏവ? ഹീലിയം, ഓർഗൺ, നിയോൺ. ഇവയെല്ലാം. താഴെ പറയുന്നവയിൽ അലസവാതകങ്ങൾ ഏവ? ഇവയെല്ലാം അലസവാതകങ്ങളാണ്. ഫ്രാൻസിന്റെ ദേശീയ ചിഹ്നം ഏത്? ലില്ലി, റോസ്,
കോൺഫ്ലവർ, ഗോൾഡൻ റാഡ്. ഫ്രാൻസിന്റെ ദേശീയ ചിഹ്നം ഏത്? ലില്ലിയാണ് ദേശീയ ചിഹ്നം. ആന്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പൂക്കൾ, ഫലങ്ങൾ, വൃക്ഷം, ഫോസിലുകൾ. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ആന്തോളജി? പൂക്കളെക്കുറിച്ചുള്ള പഠനമാണ് ആന്തോളജി. നാളികേര ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത്? ഇന്ത്യ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, മലേഷ്യ. നാളികേര ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ്. പച്ചമുളകിന്റെ എരിവിന് കാരണമായ ഘടകമേത്? കാപ്സിൻ, സിറ്റോൾ, ടോക്സിൻ, സൈക്കൻസ്. പച്ചമുളകിന്റെ എരിവിന് കാരണമായ പ്രധാന ഘടകമാണ് ക്യാപ്സിൻസ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാര്? എം.എസ്. സ്വാമിനാഥൻ, സി.കെ. കേശവദാസ്, ആർ. കൃഷ്ണകാന്ത്, എ.ഒ. ഹ്യൂം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിരുന്നു എം.എസ്. സ്വാമിനാഥൻ. മാലിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന പഴമേത്? ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ, പൈനാപ്പിൾ. മാലിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന പഴമാണ് ആപ്പിൾ. ഇന്ത്യയിലെ ആദ്യത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിച്ചതെവിടെ? തിരുവനന്തപുരം, കൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിച്ചത് കൊൽക്കത്തയിലായിരുന്നു. നമ്മുടെ തലച്ചോറിലുള്ള ജലത്തിന്റെ അളവെത്ര? 25%, 85%, 90%, 95%. നമ്മുടെ തലച്ചോറിലുള്ള ജലത്തിന്റെ അളവ് 95%. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ വർഗീസ് കുര്യൻ, എ. ബാലകൃഷ്ണപിള്ള, കുഞ്ഞിരാമ മേനോൻ, വിജയ് മാർക്കോസ്. ഡോക്ടർ വർഗീസ് കുര്യനെയാണ്. വസൂരി വാക്സിൻ കണ്ടെത്തിയത് ആര്? എഡ്വേർഡ് ജെന്നർ, അലക്സാണ്ടർ, ആൽഫ്രഡ് വിക്ടർ, റോൾഫ് ഗയ. വസൂരി വാക്സിൻ കണ്ടെത്തിയത് ആര്? എഡ്വേർഡ് ജെന്നർ ആയിരുന്നു. കുമാരനാശാൻ പുരസ്കാരം ആദ്യം നേടിയ വ്യക്തി ആര്? എൻ.എൻ. കക്കാട്, യു.എ. ഖാദർ, വി.ജെ. ജെയിംസ്, യു.കെ. കുമാരൻ. എൻ.എൻ. കക്കാടായിരുന്നു. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനാണ് 2020 ഐക്യരാഷ്ട്രസഭയുടെ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്? കേരളം, ഹരിയാന, ഒറീസ, ആസാം. കേരളത്തിനായിരുന്നു. യു.എസ്. വൈസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാര്? കമല ഹാരിസ്, സാറ മാക്സി, ചന്ദ്രപ്രഭ, രാധിക ദ്രൗപദി. യു.എസ്. വൈസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് കമല ഹാരിസ്. ഖുർആൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണമേത്? ദീപിക, ചന്ദ്രിക, മനോരമ, മംഗളം. ഖുർആൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണമായിരുന്നു ദീപിക. T20 ക്രിക്കറ്റിന്റെ ജന്മദേശം ഏത്? ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, നൈജീരിയ. T20 ക്രിക്കറ്റിന്റെ ജന്മദേശം ഏത്? ഇംഗ്ലണ്ടാണ് ജന്മദേശം. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത്? കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രസ്, രാജ്യസഭ, പാർലമെന്റ്, സ്കൂൾ. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രസ്സിനെ സൂചിപ്പിക്കുന്നു. ഒരു ചതുരശ്ര കിലോമീറ്റർ എത്ര ഹെക്ടർ ആണ്? 100 ഹെക്ടർ, 200, 300 ഹെക്ടർ, 100 ഹെക്ടർ ആണ്.
കള്ളിച്ചെടിയിലെ പ്രകാശ സംശ്ലേഷണ ഭാഗമേത്? കാണ്ഡം, വേര്, കായ, ഇല. കള്ളിച്ചെടിയിലെ പ്രകാശ സംശ്ലേഷണ ഭാഗമേത്? കാണ്ഡമാണ് പ്രകാശ സംശ്ലേഷണ ഭാഗം. ഉസ്താദ് അലി അക്ബർ ഖാൻ ഏത് രംഗത്ത് പ്രശസ്തനായിരുന്നു? ചിത്രകാരൻ, വയലിൻ, ഗിത്താർ, സരോദ് വാദകൻ. സരോദ് വാദകനായിരുന്നു. ഉസ്താദ് അലി അക്ബർ ഖാൻ സരോദ് വാദകനായിരുന്നു. ഉത്തരായനം എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ഉത്തരായനം എന്ന സിനിമയുടെ സംവിധായകനായിരുന്നു അരവിന്ദൻ. ഭാരത സർക്കാർ ഗാന്ധി സമാധാന പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1995, 1996, 1997, 1998. ഭാരത സർക്കാർ ഗാന്ധി സമാധാന പുരസ്കാരം ഏർപ്പെടുത്തിയത് 95-ലായിരുന്നു. 1924 ബൽഗ്രാം കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചതാര്? മഹാത്മാഗാന്ധി, ഗോഖലെ, സി ശങ്കരൻ നായർ, എ.ഒ. ഹ്യൂം. മഹാത്മാഗാന്ധിയായിരുന്നു അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. തൊഴിൽ വാർത്ത ഏത് പത്രത്തിന്റെ പ്രസിദ്ധീകരണമാണ്? ദീപിക, മാതൃഭൂമി, മലയാള മനോരമ, ദേശാഭിമാനി. തൊഴിൽ വാർത്ത ഏതു പത്രത്തിന്റെ പ്രസിദ്ധീകരണമാണ്? മാതൃഭൂമിയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാലാവധി എത്ര വർഷമാണ്? 4 വർഷം, 5 വർഷം, 6 വർഷം, 7 വർഷം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം വരെയാണ്. ഒരു പദാർത്ഥത്തിന്റെ രാസഭാവം നിശ്ചയിക്കുന്നത് അവയിലെ ഏതിന്റെ എണ്ണമാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അയോൺ. നിശ്ചയിക്കുന്നത് അവയിലെ അയോണാണ്. വലിപ്പമുള്ള മുലകളുള്ള സ്ത്രീ സവിശേഷത. കാമം കൂടുതലായിരിക്കും, കാമം കുറവായിരിക്കും, കാമം ഉണ്ടാവില്ല, ഇവയൊന്നുമല്ല. വലിപ്പമുള്ള മുലകളുള്ള സ്ത്രീ സവിശേഷതയാണ് കാമം